ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പാൻറ്റീസ്, അതായത് അണ്ടർവെയർ ഇൻസൈഡ് നിക്കർ, അതിൻ്റെതാണ് കാണിക്കാം. ഞാനിപ്പോൾ എടുക്കുന്ന മെഷർമെൻറ്റ് ഡബിൾ എക്സൽ ആണ്. ഡബിൾ എക്സൽ അതിന് ലെങ്ത്ത് ഞാൻ 12.5, വിഡ്ത്ത് 22. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പം വരക്കുന്നത്. 11, 11. ഒരു സൈഡ് വരുന്ന വൺ സൈഡ് വരുന്ന 22 ആട്ടോ. അപ്പോൾ ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കുക. ലെങ്ത്ത് സെയിം തന്നെ കേട്ടോ. 12.5, ഇവിടെ 4ഉം ഇവിടെ 2.5. ഇവിടെ 2.5 വരുന്നത് ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഇവിടെ 4, എന്നിട്ട് ഇതുപോലെ ചിരിച്ചു വരിക. ഇത് രണ്ട് പോർഷന്, അതായത് ബാക്ക് ആൻഡ് ഫ്രണ്ട് ഓഫ് ആ സൈഡ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രോയിങ്ങിൽ വരക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പീസ് കൊടുക്കുന്ന ലൈന് കൊടുത്തതാണ്. അത് അടുത്ത കട്ടിങ്ങിൽ ഞാൻ കാണിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നും അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ്. പഠിക്കാൻ. ഇത് 4, 4, ഇത് 2.5 കേട്ടോ. ഈ 2.5 ഡബിൾ എക്സൽ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി നമുക്ക് ഇത് കുറയുമ്പോൾ എക്സൽ എല്ലാം വരുമ്പോൾ ഇവിടെ 2.5 ഉള്ള 2 ആവും കേട്ടോ. ഇനി സെയിം തന്നെ ആ വരച്ച പോലെ വരക്കുക. ഇതുപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് വരച്ചെടുക്കുക. ഇതിന് ഒരുപാട് സമയവും വേണ്ട, ഒരുപാട് തുണിയും വേണ്ട. ബാക്കി വരുന്ന തുണി മതി. ഇത് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് ബനിയൻ ക്ലോത്ത്, അതായത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് ഹാർഡായിട്ട് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ എടുക്കാം. കോട്ടണിൽ എടുക്കുമ്പോൾ ഇതുപോലെ ലൂസായിട്ട് എടുക്കുന്നതായിരിക്കും, കാരണം കോട്ടൺ ക്ലോത്ത് വലിയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഡബിൾ എക്സൽ ആട്ടോ ഇത്. അപ്പോൾ ഡബിൾ എക്സൽ ചെയ്യുകയാണെങ്കിൽ ഈ മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന് ഞാൻ ഡബിളായിട്ടൊന്നും മടക്കി തയ്ക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നൂല് ഇങ്ങനെ ഇരിഞ്ഞു പോകാത്തൊരു തുണിയാണിത്. ക്ലോത്ത് നല്ലൊരു ക്ലോത്താണ്. അപ്പോൾ അതുകൊണ്ട് സിംഗിളായിട്ട് ഞാൻ മടക്കി കൊടുക്കുക എല്ലായിടത്തും. ഇവിടെ സൈഡൊന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്യുക. ജോയിൻ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാലിൻ്റെ ആയ ഭാഗമില്ല, അതൊന്നും നമുക്ക് മടക്കി തയ്ക്കണം. ഇവിടെ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡബിള് 2 എടുക്കുന്നുണ്ട്. അവിടെ വിട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ 2 കൊടുക്കുന്നത്. ഇതുപോലെ ഇരിക്കും. പിന്നെ അവിടെ ഇപ്പം കാണിച്ചില്ലേ, ഇനി ഇവിടെ ഇങ്ങനെ മടക്കി, അതായത് നിവർത്തി വെക്കുക. സ്റ്റിച്ച് ചെയ്തത് 2 പീസായിട്ട് ആക്കി ഇതുപോലെ മടക്കി തയ്ക്കുക. ഞാൻ നേരത്തെ കാണിച്ചില്ലേ മിഡിലൊരു ഇത്, അവിടെ ഒരു പീസ് വെച്ചിട്ടുള്ളൊരു കട്ടിങ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു കട്ടിങ്ങും കൂടി ഇടാം, കുറച്ചും കൂടി ചെറുതാക്കിയിട്ടിടാം. ഇതുപോലെ ഇതൊന്ന് പതിച്ചടിക്കുന്നത്, അത് ഇങ്ങനെ അവിടെ കട്ടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗം നിവർത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അവിടെ നിർബന്ധമില്ല, ഞാനത് ഒരു ഫിനിഷിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ചില സമയത്ത് 2 ഭാഗം ഒരു സൈഡിൽ പോയി നിൽക്കും, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതാക്കാം. ഇങ്ങനെയാകുമ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ല. അവിടെ സൈഡ് ഭാഗത്ത് പതിച്ചടിച്ച് കഴിഞ്ഞാൽ. ഇനി എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, ഒരുപാട് സമയമേ വേണ്ട. ഞാനിപ്പോൾ ഡ്രോയിങ്ങിൽ വരക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്തതന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു കഷ്ണം തുണിയും മതി. കളയേണ്ട തുണി ഉണ്ടാവില്ല കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്നത്. ഇനി നമുക്ക് മേലെ എലാസ്റ്റിക് വെക്കണം. ഞാൻ എടുക്കുന്നത് എലാസ്റ്റിക് 29 ആട്ടോ. അത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അതനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ഡബിൾ എക്സലിൻ്റെ സൈസ് വെച്ചിട്ട് 29 എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എലാസ്റ്റിക് എടുക്കാം. അപ്പോൾ ഇതുപോലെ അടിക്കുക, എന്നിട്ട് എലാസ്റ്റിക് ഒന്ന് മടക്കി ഇട്ട് കൊടുത്താൽ മതി. അത് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ.